തദ്ദേശ പോര് മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു വാർഡാണ് മുട്ടട വാർഡ്. ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളെല്ലാം വന്നിരുന്നു, വാർത്തകളെല്ലാം തന്നെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. ആ വാർഡിലെ നമ്മുടെ LDFിൻ്റെ സ്ഥാനാർത്ഥി അംശു ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പൊക്കെ? പ്രചരണം വളരെ നന്നായി നടക്കുന്നു. ഞങ്ങളിപ്പോൾ ഗൃഹസന്ദർശനത്തിലാണുള്ളത്. ഗൃഹസന്ദർശനം ഇപ്പോൾ മൂന്നാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. 2 റൗണ്ട് പൂർത്തീകരിച്ച് നമ്മൾ മുഴുവൻ വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതായിരുന്നു. അതിൽ ചില ആളുകളെ ഇപ്പോഴും നമ്മൾ പോയപ്പോഴും കാണാൻ കഴിയാത്ത ആളുകളെ കൂടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൂന്നാം റൗണ്ട് ഇറങ്ങുന്നത്. വളരെ നല്ല നിലയിൽ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. എങ്ങനെയാണ് ഈ വിമർശനങ്ങളൊക്കെ? എങ്ങനെയാണ് അത് വലിയൊരു വെല്ലുവിളിയാവാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, വിമർശനവും വിവാദവും ഒക്കെ എല്ലാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നതാണ്. അതൊന്നും ഈ പറയുന്ന പ്രചരണ കോലാഹലങ്ങളൊന്നും ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ ബാധിച്ചിട്ടില്ല. അവർ നേരെ തിരിച്ചറിയുന്നവരാണ്, പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണയുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങളിൽ, അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരാളെയാണ് അവർക്ക് ആവശ്യം. ഏത് പാതിരാത്രി വിളിച്ചാലും അവരോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരാളെയാണ് അവർക്ക് ആവശ്യം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ആ ഉറപ്പാണ് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. ഈ മുട്ടടയിൽ UDFിൻ്റെ ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാവുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു മേയർ സ്ഥാനാർത്ഥി ഒരു പക്ഷേ ഉണ്ടാകാമെന്നെല്ലാം തന്നെ പ്രചരണങ്ങളുണ്ട്. അപ്പം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഞങ്ങളെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വേറെ കാര്യങ്ങളൊന്നും, ഞങ്ങളൊരു മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. കഴിഞ്ഞ 25 വർഷക്കാലം ഈ മുട്ടട വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. നഗരസഭ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തൊട്ടടുത്ത വാർഡായ കേശവാസുരം വാർഡിലെ പ്രതിനിധി എന്നുള്ള നിലയിൽ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് മറ്റ് വിമർശനങ്ങളോ അല്ലെങ്കിൽ വിവാദങ്ങളോ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അത് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണുള്ളത്. വികസനം എന്ന് പറയുമ്പോൾ BJPൻ്റെ പ്രധാന ഇപ്പോഴത്തെ ഒരു വാക്ക് എന്ന് പറയുന്നത് വികസനമാണ്. അപ്പോൾ അതിനായിട്ടുള്ള ശക്തമായൊരു രൂപരേഖയെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ശക്തമായൊരു മുന്നോട്ട് പോക്ക് BJPയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിനെങ്ങനെ കാണുന്നു? അത് സ്വാഭാവികമായും ഇതെല്ലാം എഴുതി വയ്ക്കുന്നത് പേപ്പറിലുണ്ടായാൽ മാത്രം പോരല്ലോ, ഇത് നടപ്പിലാകണം. ഈ പറയുന്ന BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയ അവാർഡുകളെല്ലാം വാങ്ങിയ നഗരസഭ തിരുവനന്തപുരം നഗരസഭയാണ്. അത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ശുചിത്വത്തിൻ്റെ കാര്യത്തിലായാലും സെപ്റ്റേജ് മാലിന്യം സംസ്കരിക്കുന്ന കാര്യത്തിലായാലും ദാരിദ്ര്യം ലഘൂകരിക്കുന്ന കാര്യത്തിലായാലും എല്ലാം ഒന്നാം സ്ഥാനം ലഭിച്ചത് ഇതേ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ നൽകുന്ന അവാർഡെല്ലാം ലഭിച്ചത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. അതുകൊണ്ട് തന്നെ വികസനം തൊട്ടറിയാൻ കഴിയുന്ന ഒരു നഗരസഭ തിരുവനന്തപുരമാണ്. ഏറ്റവും ആളുകൾക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുള്ള ശുദ്ധവായുവുള്ള ഒരു നഗരം തിരുവനന്തപുരമാണ് എന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളാണ്. അവരുടെ അവാർഡുകളാണ് നഗരസഭയ്ക്ക് ലഭിച്ചത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ വികസനം എന്താണെന്നുള്ളത് തൊട്ടറിയാൻ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണാവസരമാണ് തിരുവനന്തപുരം നഗരസഭ എന്നുള്ളതാണ്. ഈ വൈഷ്ണവ് സുരേഷുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ CPMനെ സംബന്ധിച്ച് CPM ഒരു സ്വയം കുഴിച്ച കുഴിയായി അത് മാറിയിട്ടുണ്ടോ? മുട്ടടയിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? അത് തീർച്ചയായിട്ടുമില്ല. ഈ നമ്മുടെ LDFിനെ സംബന്ധിച്ചിടത്തോളം LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങുന്നത് വളരെ കാലം മുമ്പാണ്. എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിനൊക്കെ മുമ്പായി തന്നെ നമ്മളെ പ്രചരണം തുടങ്ങും. ഞങ്ങളുടെ പ്രവർത്തനം എങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാ ബൂത്തിലും ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ സാധാരണ പ്രവർത്തകർ അവർ പോയി എല്ലാ സ്ഥലങ്ങളിലും ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് നടത്തും. അവിടെ മരണപ്പെട്ടു പോയവർ, സ്ഥലത്തില്ലാത്തവർ, കാലങ്ങളായി അവിടെ ഇല്ലാത്ത ആളുകൾ, ഇവരെയെല്ലാം തിരഞ്ഞ് അത്തരം ആളുകളെ ഞങ്ങൾ വെരിഫൈ ചെയ്ത് ലൈവായിട്ടുള്ള വോട്ടുകൾ എത്രയാണെന്ന് നമ്മൾ കൃത്യമായി കണ്ടുപിടിച്ച് ആ ഒരു കണക്ക് ഞങ്ങളുടെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ ബൂത്തിലെ പ്രവർത്തകർ ഏകദേശം 300-ലധികം വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ അത്തരത്തിലില്ലാത്തത് ഞങ്ങൾ നോട്ട് ചെയ്ത് കൊടുത്തിരുന്നു. ആ ഒബ്ജക്ഷൻ കൊടുത്തതിൽ 69 വോട്ട് ഈ വാർഡിൽ നിന്ന് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന UDF കാൻഡിഡേറ്റ് ഉണ്ട്. UDF കാൻഡിഡേറ്റിൻ്റെ അച്ഛനും അമ്മയും, അങ്ങനെ 3-4 പേരുടെ പേർ സ്വാഭാവികമായി ഞങ്ങൾ കൊടുത്ത ഈ 300-ൽ പെട്ടതാണ്. ആ സമയത്ത് അത് അവർ UDFിൻ്റെ സ്ഥാനാർത്ഥിയല്ല, UDFിൻ്റെ സ്ഥാനാർത്ഥിയാവുമെന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി ധാരണയില്ല. പക്ഷേ ഇവിടെ താമസമില്ലാത്ത ആളുകൾ കൊടുത്ത ആളുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും അറിയാലോ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടാകും. ആ എതിർ സ്ഥാനാർത്ഥി ആരായാലും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി ഇല്ലാതാക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമല്ല. സ്ഥാനാർത്ഥി ഉണ്ടാവും. തെരഞ്ഞെടുപ്പാണ്. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തന്നെ മത്സരമാണ്. ആ മത്സരത്തിലൂടെ ജനങ്ങളുടെ അംഗീകാരം നേടുക എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത്. അത് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിനെ വിവാദമാക്കാൻ ശ്രമിച്ച ആളുകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി മുട്ടടയിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർ നൽകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എങ്ങനെയാണ് മുട്ടടയിലൊരു പൾസ് എങ്ങനെയാണ് വരുന്നത്?
അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഈ മൂന്നാം ഘട്ട ഞങ്ങളുടെ വീടുകളിലെ സന്ദർശനം ഞങ്ങൾ പൂർത്തിയാക്കുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ജനങ്ങൾ അവർ ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറയുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൃത്യമായി അവർക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കണം എന്ന് അവർ നൽകുന്ന ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുള്ള ഉറപ്പ് നമ്മൾ കൊടുക്കുന്നു. ആൾക്കാർ വലിയ ആത്മവിശ്വാസത്തിലും ചെല്ലുമ്പോൾ വീടുകളിൽ കിട്ടുന്ന അമ്മമാരുടെ ഒക്കെ നമുക്ക് കിട്ടുന്ന സ്വീകരണം ഒരു വല്ലാത്ത അനുഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മസംതൃപ്തി എനിക്ക് ആ കാര്യത്തിലുണ്ട്. വലിയ സ്വീകരണമാണ് എനിക്ക് വീടുകളിൽ ലഭിക്കുന്നതെന്നുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൗൺസിലറാവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും വളരെ കൗൺസിലറാവുക, ഇവിടെ നമ്മുടെ ജനങ്ങൾക്ക് നമുക്ക് കൊടുത്ത ഉറപ്പുകൾ പാലിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.